Hello guys. ഓക്കെ, ഈ ജിയോ വന്ന സമയത്ത് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ട്രാപ്പ് ഉണ്ടായിരുന്നു. 2-3 കമ്പനികളുടെ മാത്രം, പ്രൈവറ്റ് കമ്പനികളുടെ മാത്രം. എന്തുകൊണ്ട് നമ്മുടെ BSNL കയറി വരുന്നില്ല? നമ്മുടെ BSNL ഗവൺമെൻറ് ഇതാണ്, ഇതെന്തുകൊണ്ട് ഉയർത്തുന്നില്ല? അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കാൻ. ഒരു 10 രൂപ കിട്ടിയാലും നിങ്ങൾക്ക് കോൾ വിളിക്കാൻ പറ്റുമായിരുന്നു. 10 രൂപ ഇല്ലെങ്കിലും നിങ്ങൾക്ക് OTP വന്നിരുന്നു. മിനിമം റീചാർജ് 199 രൂപ. മോണോപ്പൊളി വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു കമ്പനി മാത്രമായി 1.5 വർഷത്തിലോ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് റീചാർജ് പ്ലാൻസ്. ബട്ട് ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. കമ്പനി 1-2 കമ്പനികൾ അയച്ചു, അത് നല്ലതാണ്, പൊട്ടയാണ്. Bro, it's very wrong, bro. നമ്മൾ പ്രൈവറ്റ് കമ്പനികളുടെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. Hello guys. ഓക്കെ, ഇത് വീഡിയോ തുടങ്ങാനായിട്ട് മുമ്പ് ആദ്യം തന്നെ ഞാൻ പറയാണ്, ഡോണ്ട് സീ ഇറ്റ് ആസ് എ പൊളിറ്റീഷ്യൻ ഓർ എന്നുവെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടോ ഒരു പൊളിറ്റീഷ്യനായിട്ടോ ഈ വീഡിയോ കാണരുത്. ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്കും ഇന്ത്യയിലെ സാധാരണക്കാരൻ എന്ന നിലയ്ക്കും എന്ന രീതിയോട് കൂടിയിട്ട് വീഡിയോ കാണാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മൾ കുറച്ച് പ്രൈവറ്റ് കമ്പനികളുടെ മാത്രം ഒരു അടിയിൽ ജീവിക്കുന്ന പോലെ ഒരു അടിമകളായിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിക്കുകയാണ്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഇന്ത്യയിലെ ടെലികോം നെറ്റ്വർക്ക്സും ഇപ്പോൾ നിലവിലുള്ള മെയിൻ ടെലികോം നെറ്റ്വർക്ക്സും. സോ ഇത്ര വർഷം കൊണ്ട് ഒരു 10-ന് മുകളിലോ 10-ൻ്റെ അടുത്തുള്ള ടെലികോം നെറ്റ്വർക്ക്സ് പോയിട്ട് ഇപ്പോൾ 1-2-3 മെയിൻ കമ്പനികൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. അവരുടെ ആധിപത്യം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഈ ജിയോ വന്ന സമയത്ത് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരെ ജിയോ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ജിയോ സപ്പോർട്ട് ചെയ്തിരുന്നു. എവറിത്തിങ് മീൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്കിൽ വേറൊരു ട്രാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലായില്ല. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിലൊരു ട്രാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നുന്നുണ്ട്. ഫോർ മീ എനിക്കങ്ങനെ തോന്നി. ബട്ട് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു അറിയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മോണോപ്പൊളി പോലെയാണ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് 1-2-3 കമ്പനികളുടെ മാത്രം, പ്രൈവറ്റ് കമ്പനികളുടെ മാത്രം ഒരു കൺട്രോളിൽ വന്നുകൊണ്ടിരിക്കുകയാണോ കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ട് നമ്മുടെ BSNL കയറി വരുന്നില്ല? നമ്മുടെ BSNL ഗവൺമെൻറ് ഇതാണ്, ഇതെന്തുകൊണ്ട് ഉയർത്തുന്നില്ല? എന്തുകൊണ്ട് കയറി വരുന്നില്ല? അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. ആൻഡ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രാപ്പാണോ എന്ന് പറയാൻ കാരണം, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു ആൾക്ക് വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു OTP കിട്ടണമെങ്കിൽ, ബാങ്കിലെ മെയിൻ അത്യാവശ്യമുള്ളൊരു OTP കിട്ടണമെങ്കിൽ നമ്മുടെ ഫോണിൽ ബാലൻസ് വേണമായിരുന്നോ? ഇത്ര രൂപ ഉണ്ടെങ്കിലേ ഞങ്ങൾ OTP അയക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്ര രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പാടുള്ളൂ. നിങ്ങളൊരു 10 രൂപ കിട്ടിയാലും നിങ്ങൾക്ക് കോൾ വിളിക്കാൻ പറ്റുമായിരുന്നു. 10 രൂപ ഇല്ലെങ്കിലും നിങ്ങൾക്ക് OTP വന്നിരുന്നു. അന്ന് ഈ വാലിഡിറ്റി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. മീൻസ് അന്ന് വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ട് ആരും നമ്മൾ വിളിച്ചിരുന്നില്ല. എല്ലാ മാസവും റീചാർജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണക്കാരൻ, ഒരു കീപാഡ് ഫോണുള്ള ആൾക്ക് വരും ഒരു 10 രൂപ കിട്ടിയാലും കാര്യങ്ങൾ നടന്നു. ആൻഡ് ഇപ്പോൾ കണ്ടീഷൻ, വാട്ട് ഈസ് ദ കണ്ടീഷൻ നൗ? മിനിമം റീചാർജ് 199 രൂപ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു വയസ്സായ അമ്മമാർ, ചാച്ചന്മാരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമില്ല, നെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുന്നവരല്ല. അവർക്കൊരു ചെറിയ കീപാഡ് ഫോൺ ഉണ്ടാവുള്ളൂ. ആ ഫോണിൽ വരെ നമ്മളിപ്പോൾ എത്ര രൂപയാണ് റീചാർജ് ചെയ്യുന്നത്? വെറും 199 രൂപ. പക്ഷേ ആ 199 രൂപയ്ക്ക് നമുക്ക് നെറ്റ് കിട്ടുന്നുണ്ട്. ആ നെറ്റ് ആ ഫോണിൽ ആവശ്യമുണ്ടോ? അത് കയറ്റിയില്ലെങ്കിൽ നമുക്ക് കോൾ വിളിക്കാൻ പറ്റില്ല. മാസം റീചാർജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് OTP വരില്ല ബാങ്കിട്ട്. മീൻസ് ബാങ്കല്ല, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള OTP, എന്ത് OTP മെസ്സേജ് ആയാലും നമുക്കത് വരില്ല. ആൻഡ് ഇതൊരു ട്രാപ്പല്ലേ? എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഫോൺ മാത്രം വിളിക്കേണ്ട ഒരു വ്യക്തിക്ക് 199 രൂപ, ജസ്റ്റ് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വയസ്സായ ഒരാൾ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ, വരുമാനമില്ലാത്ത ഒരാളാണെങ്കിൽ ആൾക്ക് മാസം 199 രൂപ ഒരു എമർജൻസിക്ക് ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വരെ കയറ്റേണ്ട അവസ്ഥയാണ്. കോൾ മാത്രമുള്ള ഓഫേഴ്സ് ഇല്ല, പക്ഷേ അതിന് 100 ചിലവിടത്തുണ്ട്, പക്ഷേ അതിന് 100 മുകളിൽ വരും. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ BSNL ഏത് കാട്ടുമുക്കിൽ പോയാലും റേഞ്ച് കിട്ടുന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ BSNL ഗവൺമെൻറ്റിൻ്റെ. എന്തുകൊണ്ട് നമ്മളത് ഉയർത്തിക്കൊണ്ടിരുന്നില്ല? അതിൽ അത്യാവശ്യം ഓപ്പർച്യൂണിറ്റി, മീൻസ് നമുക്ക് പൈസ കുറവിന് റീചാർജ് ചെയ്യാൻ പറ്റിയ സിം ഇപ്പോൾ BSNL ആണ്. ഇപ്പോഴും റീചാർജ് റേറ്റ് കൂട്ടി 107 ഉണ്ടായിരുന്നു, ഇപ്പോൾ 147 അതിൽ നെറ്റും ഫോളോ ആയിരുന്നു. പക്ഷേ അതിലും ലോ കോസ്റ്റ് റീചാർജ് പ്ലാൻസ് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് BSNL നമുക്ക് ലോ കോസ്റ്റ് റീചാർജ് പ്ലാൻസ് ഇറക്കിയിട്ട് അത് സാധാരണക്കാർക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാക്കാം. പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഗവൺമെൻറ്റിൻ്റെ സാധനമാണ്. ബട്ട് അതങ്ങനെ കുറയ്ക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ പ്രൈവറ്റ് കമ്പനിക്കാരുടെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജിയോ, എയർടെൽ, വോഡഫോണും കുറച്ച് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജിയോ, എയർടെൽ മെയിൻലി ഒരു ഇതായിക്കൊണ്ടിരിക്കുകയാണ്, മോണോപ്പൊളി വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു കമ്പനി മാത്രമായിരിക്കാം. ആൻഡ് ഇപ്പോൾ ആ കമ്പനിക്കാർ പറയണത് നമ്മൾ അനുസരിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ, ഇപ്പോൾ പണ്ട് നമ്മളൊരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ ഇഷ്ടമുള്ള റീചാർജ് നമുക്ക് ചെയ്യായിരുന്നു. അവർ പറയണ്ട, നമുക്ക് 10 രൂപ കിട്ടിയാലും വിളിക്കാം, 20 രൂപ കിട്ടിയാലും വിളിക്കാം. പക്ഷേ ഇപ്പോൾ അവർ പറയണ എമൗണ്ട് നമുക്ക് കയറ്റണം, അല്ലെങ്കിൽ നമുക്ക് കോളും കിട്ടില്ല, നെറ്റും കിട്ടില്ല. ശരിയല്ലേ? മിനിമം 199 ഇരിക്കണം. അതിന് കുറച്ച് നമുക്ക് കയറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അവർ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണോ നമ്മൾ ചെയ്യേണ്ട അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയണ എമൗണ്ട് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ കൊല്ലം 1-1.5 വർഷത്തിലോ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് റീചാർജ് പ്ലാൻസ്. ഇതൊന്നും ചോദിക്കുന്നില്ല ആരും. ബട്ട് ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല.
ഇതൊക്കെ നമ്മുടെ ബാക്കിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ നെറ്റ്വർക്കിങ്ങിൻ്റെ കമ്പനി 1-2 കമ്പനികളായി ചുരുങ്ങുന്നത് നമുക്ക് നല്ലതാണോ? ഇപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകളുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണ് പറയുന്നത് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. അത് നല്ലതാണോ പൊട്ടയാണോ? ആൻസർ എൻ്റെ അഭിപ്രായത്തിൽ അത് What bro? It's very wrong bro. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കമ്പനിക്കാരുണ്ട്, ഒരു 2 കമ്പനിക്കാരുണ്ട്. മുമ്പ് ഒരു 10 കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 2 കമ്പനിയുള്ളൂ. അന്ന് 10 കമ്പനികളപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായിരുന്നു. സോ ഒരു സിമ്മിൻ്റെ ആൾക്കാർ 100 രൂപയുടെ ഒരു പ്ലാൻ ഇറക്കി കഴിഞ്ഞാൽ മറ്റേ കമ്പനിക്കാർ എന്ത് നോക്കും? അതിന് കുറവിനുള്ള പ്ലാൻസ് ഇറക്കാൻ നോക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ട്, അവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടണം. പക്ഷേ ഇപ്പോൾ 2 കമ്പനിയെ ചുരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞ് ഒരു കമ്പനിയെ ചുരുങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള റേറ്റിന് അവർക്ക് പ്ലാൻസ് തുടങ്ങാം. ആരും ചോദിക്കില്ല, നോ കോമ്പറ്റീഷൻ, അവർക്ക് കസ്റ്റമേഴ്സ് പോകുന്നുള്ള പേടിയില്ല. സോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 1-2 കമ്പനിയായിട്ട് ചുരുങ്ങാണ്, അവർക്ക് ഇഷ്ടമുള്ള റേറ്റ് ഇടാണ്, അത് നമ്മൾ കയറ്റേണ്ട അവസ്ഥ വരികയാണ്. നമ്മൾ അവരുടെ പിന്നാലെ പോകേണ്ട ഒരു അവസ്ഥയാണ്. ജസ്റ്റ് ഫോർ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വരെ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്ക് വരെ അത്രയും എമൗണ്ട് റീചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇൻക്രിമെൻറ്റ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ 199 പ്ലാൻ ചിലപ്പോൾ 249 ആയിട്ട് മാറും. 250 രൂപ ഒരു കീപാഡ് ഫോണിൽ ജസ്റ്റ് കോൾ വിളിക്കാൻ മാത്രം കയറ്റേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പാർട്ടിയുടെയും അനുഭാവി അല്ലാതെ സാധാരണക്കാരനായിട്ട് ചിന്തിച്ച് നോക്ക്. എന്നിട്ടും നിങ്ങൾക്കിത് ഇതുപോലെ തോന്നുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അപ്പോൾ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതർവൈസ് ഇപ്പോൾ നല്ലതിനാണ് ഈ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ജിയോ നെറ്റ്വർക്ക് നല്ലതിനാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് കോളിന് മാത്രമായിട്ടുള്ളൊരു പ്ലാൻ വില കുറച്ചിട്ട് അവർക്ക് ഇറക്കിക്കൂടാ? വൈ മിനിമം 199 or 149 ലൈക്ക് ദാറ്റ്? അത് ചിന്തിച്ചോളൂ. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷേ നമ്മളിത് ചിന്തിക്കുന്നില്ല. നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ്, പക്ഷേ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. നമുക്കത് അനുസരിച്ച് നമ്മൾ ചെയ്ത് നടന്നേ മതിയാവുള്ളൂ. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ നമ്മുടെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്ത് തുടങ്ങില്ലേ. ആക്ച്വലി BSNL ഒന്ന് കയറ്റി കൊണ്ടു കഴിഞ്ഞാൽ BSNL 5G ഫസ്റ്റ്, ഈ 5G 4G ബാൻഡ്സ് ഒക്കെ ബാക്കി പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് മീൻസ് പ്രൈവറ്റ് കമ്പനീസിനാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. വൈ നമ്മുടെ ഗവൺമെൻറ് ഫുഡായിട്ടുള്ള BSNL ഇപ്പോഴും എല്ലായിടത്തും 4G കിട്ടുന്നില്ല, എല്ലായിടത്തും 5G എല്ലായിടത്തും ആയിട്ടില്ല. 5G തുടങ്ങിയിട്ടാണ്. BSNL ഒന്ന് കയറ്റി കൊണ്ടു കഴിഞ്ഞാൽ എത്ര യൂസേഴ്സ് അതിന് കിട്ടും? എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പ്രൈവറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഇത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സോ ആ ക്വസ്റ്റ്യൻ ഇപ്പോഴും ബാക്കി ചെയ്യാൻ നിർത്തുകയാണ്. നമ്മൾ പ്രൈവറ്റ് കമ്പനികളുടെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സോ ശരിയാണെന്ന് തോന്നുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കാം. ബൈ. Guys!